കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ടും അറിയിക്കട്ടെ. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് കോരഹിന്റെ പുത്രന്മാരാണ്. ഞാൻ തിരുവഴുത്തിൽ വളരെ ഇഷ്ടപ്പെടുകയും എനിക്ക് വളരെ പ്രചോദനമായി തീരുകയും ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കോരഹിൻ്റെ മക്കൾ. ഇന്ന് അവർ ജീവിച്ചിരിക്കുന്നില്ല, എന്നാൽ അവരുടെ സങ്കീർത്തനങ്ങൾ ഇന്നും ജീവിക്കുന്നു. തൻ്റെ പിതാവും മാതാവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളും മോശയോടും ആ നേതൃത്വത്തോടും മത്സരിച്ച നിമിത്തം ഭൂമി വായ് പിളർന്ന് അവരെല്ലാം വിഴുങ്ങിക്കളഞ്ഞപ്പോൾ അവരോടുകൂടെ മരിക്കാതിരുന്ന കുഞ്ഞുങ്ങളാണ് കോരഹിന്റെ പുത്രന്മാർ. പലയിടത്തും പ്രസംഗിച്ച് കേൾക്കുന്നത് കോരഹിന്റെ പുത്രന്മാർ എല്ലാം മരിച്ചുപോയി എന്നാണ്. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് 84-ാം സങ്കീർത്തനം എഴുതുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കുരികിലൊരു വീടും മീൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അവർ ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നു. ദേവാലയത്തിലേക്ക് അവർ ഓടിച്ചെന്ന് അവിടെ അഭയം നേടി. അവർക്കെതിരെ ഒത്തിരി കണ്ണുകളുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ പിറന്ന കുഞ്ഞുങ്ങളല്ലേ, മത്സരികളായ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളായതുകൊണ്ട് അവരനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ വളരെ വലുതാണ്. എന്നാൽ അവർ ദൈവസന്നിധിയിൽ അഭയം തേടി. അവർ പറഞ്ഞു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഒരു വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്കേറെ നല്ലത് എന്ന് പറഞ്ഞു. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ വലിയ സമൃദ്ധിയൊക്കെ ഉണ്ടാവും, എന്നാൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട്, ഒരു വാതിൽ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് ഞങ്ങൾക്കേറെ നല്ലത് എന്ന് പറയുണ്ടായി. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രാരംഭ വർഷങ്ങളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിൽ ആത്മീയമായിട്ട് യാതൊരു ചലനങ്ങളുമില്ലാതെ, ആത്മീയമായിട്ട് ഒരു ജീവനില്ലാതിരുന്ന ആ സഭയിൽ കുറേ നാൾ ഞാൻ നിന്നു. എനിക്കവിടെ സ്ഥാനങ്ങളുണ്ടായിരുന്നു, എനിക്കവിടെ പ്രസംഗിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അവിടെയുള്ള ആളുകൾക്കൊന്നും ഒരു ആത്മീക ചൈതന്യമില്ലാത്തവരായതുകൊണ്ട് അവിടെ നിന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും നേടുവാനോ അല്ലെങ്കിൽ അവരെ എനിക്ക് നന്നാക്കിയെടുക്കുവാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഞാനൊരു ദിവസം വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നത് നിനക്കേറെ നല്ലത്. നിനക്ക് സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും നീ വേറൊരു നല്ല സഭയിൽ നീ പോവുക എന്ന് ദൈവം എന്നോട് പറഞ്ഞു. ദൈവം പറഞ്ഞതൊക്കെ അനുസരിച്ച നിമിത്തം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. ഇവിടെ കോരഹപുത്രന്മാര് അവര് ഇവിടെ ഇന്ന് 46-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും ശത്രുക്കൾ ഒന്നൊന്നായി നമുക്കെതിരെ വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നാം മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവത്തിലുള്ള ആശ്രയത്തെ മാറ്റിവെച്ചിട്ട് നമ്മുടെ ശത്രുക്കളെക്കാൾ അല്ലെങ്കിൽ അവർക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഭരണ സംവിധാനങ്ങളോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ആശ്രയിക്കാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. എന്നാൽ യുദ്ധങ്ങളെ നടപ്പാക്കുന്നതും യുദ്ധങ്ങളെ നിർത്തലാക്കുന്നതും ദൈവമായതുകൊണ്ട് കോരഹപുത്രന്മാർ പറയാണ്, മിണ്ടാതിരുന്നാൽ മതി, ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ദൈവം എല്ലാം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നിന്റെ കണ്ണുകൊണ്ട് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. നമുക്കെതിരെ ശത്രു കൂട്ടത്തോടെ ആക്രമിക്കാനായിട്ട് അടുത്ത് വരുമ്പോൾ നാം ഭയപ്പെടേണ്ടതായില്ല. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അറിയാതെ മറ്റുള്ള മനുഷ്യനെ ആശ്രയിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് താക്കീത് നൽകും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. എൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവം എന്നോട് അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലും അങ്ങനെ ഇടപെടുവാൻ തക്കവണ്ണം കാരണമുണ്ടായി. കാരണം നമ്മുടെ ദൈവത്തിന് കാര്യങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. ദുഷ്ടന്മാരെ അമർച്ച ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. എത്ര ദുഷ്ടന്മാരായ ശത്രുക്കൾ നമ്മുടെ നേരെ വന്നാലും അവരെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. നാം എന്ത് ചെയ്യണം? നാം ആരോടും ഒന്നും പറയാൻ പോണ്ട, നാം മിണ്ടാതിരുന്നാൽ മാത്രം മതി. മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്ന് നാം ഓർത്തുകൊള്ളുക. അതിൻ്റെ മുകളിലുള്ള വാക്യം, 8-ാം വാക്യം, സങ്കീർത്തനം 46-ന്റെ 8-ാമത്തെ വാക്യത്തിലെ, അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. നമുക്ക് നേരെ വരുന്ന അഗ്നി അസ്ത്രങ്ങൾ, ശത്രുവിൻ്റെ പലവിധമായ ആക്രമണങ്ങൾ, മാന്ത്രികത്താലും താന്ത്രികത്താലും മാനുഷിക ബലത്താലും എല്ലാം നമുക്ക് നേരെ ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെല്ലാം കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ള സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അവനാണ് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നത്. നമുക്ക് നേരെ ആക്രമണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ദിവസം ദൈവം യുദ്ധം അവസാനിപ്പിക്കും.
അന്ന് ശത്രു നിലം പരിചാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ ഇരുമ്പുലയിൽ നിന്ന് ദൈവം വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊടുത്തു. ഇത് ദൈവത്തിന്റെ ജനമാണ്, ഇവരോട് കളിക്കുന്ന അപകടമാണെന്ന് പല സന്ദർഭങ്ങളിലും ദൈവം വെളിപ്പെടുത്തി ദൈവത്തിന്റെ വീരപ്രവൃത്തികളെല്ലാം കാണിച്ചു കൊടുത്തു. എന്നാൽ അതുകൊണ്ടൊന്നും അവർ മനസ്സ് മടുത്ത് മാറിപ്പോകാതെ, ഭയന്ന് മാറാതെ ഒടുവിൽ മരിക്കേണ്ടതിനായിട്ട് അവർ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നു. അവരുടെ കുടുംബങ്ങളിലെ ആദ്യജാതന്മാരെല്ലാം ദൈവം കൊന്നുകളഞ്ഞു. എന്നിട്ടും മാനസാന്തരം ഉണ്ടായില്ല. അവർ ഹൃദയത്തെ കഠിനപ്പെട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് 430 വർഷക്കാലം മിസ്രൈമിന്റെ അടിമത്തത്തിലിരുന്ന ആ ജനം അവിടുന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന ജനത്തെ മരുഭൂമിയിലിട്ട് കൊന്നുകളയുവാൻ, പിടിക്കുവാൻ, തിരിച്ചു കൊണ്ടുപോകാൻ അവര് വലിയ രഥങ്ങളും കുതിരകളും വലിയ പട്ടാള സൈന്യവുമായിട്ട് വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശത്തിന്റെ കയ്യിൽ നിന്ന് വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിക്കുകയും ഉണങ്ങിയ നിലത്തോടെ ഇസ്രായേൽ ജനം മറുകര കിടക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ മറുകര കിടന്ന അവരെ മറുകര എത്തുന്നതിന് മുമ്പ്, മറുകര കടന്നു കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തിന്റെ അവകാശികളായി തീർന്നു. അതുകൊണ്ട് അവരതിനു മുമ്പ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിയോടുകൂടി മിസ്രൈമെ സൈന്യം, ഫറവോനും അവന്റെ സൈന്യവും പിന്തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒടുവിൽ എന്ത് ചെയ്തു? അവർ ആ കടലിന്റെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ ദൈവം അവരുടെ നേരെ ഒന്ന് നോക്കി, അവരുടെ ഓട്ടത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ എല്ലാം താറുമാറാക്കി. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ നമുക്ക് പോകാം, കാരണം ദൈവം നമുക്കെതിരായിട്ട് നിൽക്കുന്നു, നമുക്ക് പോകാം, ഇത് ദൈവത്തിന്റെ വിരലാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ പിന്മാറാതെ തൻ്റെ ജനത്തെ പിന്തുടർന്ന ശത്രുക്കളെ ദൈവം ആഴികൊണ്ട് ആ കടലിൽ മുക്കിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ പിന്തുടരുന്ന ശക്തികളെ നിർമൂലമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അവൻ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് അനേക വാണിങ്ങൾ കൊടുക്കും. ആ വാണിങ്ങൾക്കൊന്നും കൂട്ടാക്കാതെ ദൈവജനത്തെ പിന്തുടരുന്ന ശത്രുക്കളെ ദൈവം നിർമൂലമാക്കി കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അതുകൊണ്ട് കുറെ പുത്രന്മാർ പറയാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് ഓർത്തുകൊള്ളുക. ഈ സമയത്ത് നാം മിണ്ടായിരുന്നാൽ മതി. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദൂതന്മാരുണ്ട്. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണ്. അവൻ വില്ലൊടിച്ചു കളയുന്നവനാണ്. അവൻ ശത്രുവിനെ ആഴത്തിൽ തള്ളിയിട്ട് കൊന്നുകളയുന്ന ദൈവമാണ്. അവിടെ മറുകര കടന്നപ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ ശവങ്ങളായിട്ട് പൊങ്ങിക്കിടക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം ഒരു വല്ലാത്ത ദുരിതം നിറഞ്ഞതാണെങ്കിൽ, നിനക്ക് ചുറ്റും നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, നിന്നെ സഹായിക്കാൻ ആരുമില്ല, നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലോടുകൂടി നീ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നീ ഒറ്റയ്ക്കല്ല. ദൈവം നിന്നോടൊപ്പം ഉണ്ട്. നീ ഇരിക്കുന്നത്, നീ എഴുന്നേൽക്കുന്നത്, നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെല്ലാം അവൻ കാണുന്നുണ്ട്. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിന്റെ ശത്രുക്കളെ അവൻ നിർമൂലമാക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നിന്റെ കണ്ണുകൊണ്ട് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. നിന്നെ കണ്ടുകൊണ്ട് സൂക്ഷിച്ചു നോക്കും. നീ അവരുടെ ഇടം പോലും നിനക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അവരെ ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയും. എന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കേണ്ട. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ഹൃദയം അവനിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി അതിന് മുഖാന്തരമായി തരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയുവാൻ തക്കവണ്ണം മതിയായ ഒരു ദൈവം ഞങ്ങൾക്കുണ്ടതിനായിട്ട് സ്തോത്രം. അവരെ ആഴത്തിൽ തള്ളിയിട്ട് കൊന്നുകളയുവാൻ തക്കവണ്ണം മതിയായ ഒരു ദൈവം സർവശക്തനായിട്ട് ഞങ്ങൾക്കുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്. ഈ വചനഘട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. വിശേഷിച്ചായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വചനത്തിലുള്ള അവരുടെ ദാഹത്തിന്മേൽ കർത്താവ് കരുണ കാണിക്കണം. അവരെ കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കണം. അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, അവരുടെ ഭൗമികമായ ആവശ്യങ്ങൾ, അവർക്ക് വന്നു ചേരേണ്ട അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ നിലയിലും ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കാൻ അനുഗ്രഹം ചെയ്യണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവമത്തിൽ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.